സ്നേഹം ദൈവം തരുന്നതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്നേഹിക്കാനായിട്ട് പഠിപ്പിക്കുന്നത് ദൈവമാണ്. പ്രൈസ് ഗോഡ്. ഈ സ്നേഹം ആത്മാവിൻ്റെ ഫലമാണ്. ആത്മാവ് സ്തോത്രം. എന്നിൽ ആത്മാവുണ്ടെന്ന്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് സ്നേഹം. എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആത്മാവിൻ്റെ ഇല്ലെന്ന് എങ്ങനെയാ തിരിച്ചറിയുന്നത്? യേശു പറഞ്ഞതല്ലേ, ഫലത്താൽ തിരിച്ചറിയാം, വരത്താലല്ല. കാരണം കൃപാവരങ്ങളെക്കുറിച്ച് ദൈവം അനുതപിക്കുന്നില്ല. വീണു പോയവനും പ്രവചിക്കും, അവന് പ്രവചനാത്മാവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ. അങ്ങനെയുള്ളവരെ എനിക്കറിയാം. പെട്ടുകിടക്കുക. പക്ഷേ ഇപ്പോഴും അച്ചിട്ട തൂത് പറയും. പോയി തല വെച്ച് കൊടുത്തു, ഒരു കുഴപ്പമില്ല, മേടിച്ചുകൊണ്ട് വരെ. സ്തോത്രം. അപ്പം എന്ത് ചെയ്യണം? ഫലത്താൽ തിരിച്ചറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്, കർത്താവ് പഠിപ്പിക്കുന്നു സ്നേഹിക്കാനായിട്ട്. സ്തോത്രം. അത് ആത്മാവിൻ്റെ ഫലമാണ്. അപ്പോൾ ദൈവത്തോട് കാണിക്കുന്ന സ്നേഹം എങ്ങനെയാത്? എബ്രായ ലേഖനം 6-ാം അധ്യായം, ഞാൻ സമയം പോയി, എബ്രായ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം ദൈവത്തിൻ്റെ നാമത്തോട് കാണിക്കുന്ന സ്നേഹം എങ്ങനെ? സ്തോത്രം. ശുശ്രൂഷിക്കുന്നത് വിശുദ്ധന്മാരെ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ പ്രവൃത്തികൾ. പ്രൈസ് ഗോഡ്. ആമേൻ. സ്നേഹത്തെക്കുറിച്ച് തന്നെ ഒരൊറ്റ അധ്യായം എഴുതിയിട്ടുണ്ട്. 1 കൊരിന്ത്യർ 13-ാം അധ്യായം വായിക്കണം. അതിൻ്റെ 3-ാം വാക്യം മാത്രം വായിച്ചാൽ മതി. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നിനക്കുള്ളതെല്ലാം കൂടെ ഓടി നടന്നിട്ട് ഞാൻ എല്ലാവർക്കും കൊടുക്കുക, സംഭാവന ചെയ്യുക. അത് അങ്ങനെ മുഴുവൻ ചെയ്താലും, കോടികളുള്ളത് കൊണ്ട് കൊടുത്താലും സ്നേഹമില്ല എങ്കിൽ എൻ്റെ ശരീരം, ഞാൻ കണ്ടില്ലേ, ഞാൻ എന്തൊക്കെ എൻ്റെ ശരീരം പോലും ഞാൻ നോക്കാതെയാ എല്ലാം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞാലും സ്നേഹമില്ല എങ്കിൽ, നിനക്ക് സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. ഇതൊന്നും സീറോയാ. മനസ്സിലായോ? സ്നേഹത്തിൻ്റെ വിലയൊന്നും ഇല്ലേ? ദൈവത്തെ സ്നേഹിപ്പാൻ, സമശിഷ്ടങ്ങളെ സ്നേഹിപ്പാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെ ദൈവമക്കളെന്ന് വിളിക്കാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ നാമം എടുത്താൽ അത് പ്രയോജനം ചെയ്യത്തില്ല. കർത്താവിൻ്റെ നാമം എടുക്കുന്നവൻ സകല അനീതിയും വിട്ടകന്നുകൊള്ളട്ടെ. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. ഈ മുദ്രയ്ക്ക് മാറ്റമില്ല. സ്തോത്രം. ഇത് അന്നും ഇന്നും എന്നും നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരടിസ്ഥാനം ഇട്ടിട്ട നമ്മുടെ കർത്താവ് പോയത്. ആ അടിസ്ഥാന കല്ലിനോട് ചേർത്ത് വെച്ച് ഓരോ ദിവസവും നമ്മളെ പടുതുകൊണ്ടിരിക്കുക. ഭാവി കാലത്തിൽ ഒരടിസ്ഥാനം ഇടാനുള്ള നിക്ഷേപങ്ങളൊക്കെ ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും ആയിരിക്കുന്ന സമയത്ത് ദൈവം നമുക്ക് തരുന്ന അനുഭവങ്ങളിൽ കൂടെ, ദൈവം നമുക്ക് തരുന്ന അവസരങ്ങളിൽ കൂടെ അതെല്ലാം നിക്ഷേപമായി മാറ്റിയെടുക്കുവാൻ ദൈവസ്നേഹത്തിൽ തികഞ്ഞു വരട്ടെ. നമ്മെ പഠിപ്പിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം.